रेडी। हरे कृष्णा। पहले बात आप लोग से माफ़ी मांगता हूँ क्योंकि हिंदी में बोलना और थोड़ा मुश्किल है, इसलिए हम अपना भाषा में मलयाളം में बात करेगा, माफ़ कीजिएगा। हरे कृष्णा। അപ്പോൾ എനിക്കിന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ശ്രീലപ്രഭുപാദിൻ്റെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പറയാനുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യം അദ്ദേഹത്തിന് വണങ്ങിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപ്രകാശം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിലിതാമിനെ. നമസ്തേ സാരസ്വതദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭുപാദ് നമുക്ക് പലതരത്തിലാണ് അദ്ദേഹം നമ്മളെ സഹായിച്ചിരിക്കുന്നത്. പല രീതിയിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഈവൻ അദ്ദേഹം ഇവിടുന്ന് പോയത് തന്നെ, നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോയത് തന്നെ കപ്പലിലാണ്. എത്ര ദിവസമാണ് പ്രഭുവിടുത്തെ? 9 ദിവസം. കപ്പൽ യാത്ര എത്ര? 36 ദിവസം. 36 ദിവസം കപ്പലിലിരുന്നാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയത്. ഇന്നിപ്പോൾ നമുക്ക് 12 മണിക്കൂർ അല്ലെങ്കിൽ 18 മണിക്കൂർ കൊണ്ട് നമുക്ക് അമേരിക്കയിൽ എത്താൻ സാധിക്കും. അപ്പം ഇതിനൊക്കെ കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്കിപ്പോൾ 18 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഷെൽട്ടർ, നമുക്ക് ലോകത്തിൻ്റെ എവിടെ പോയാലും 2 ദിവസം താമസിക്കാനുള്ള സൗകര്യം നമ്മുടെ ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ കാരണക്കാരൻ ആരാന്ന് ചോദിക്കാനില്ല, ഭഗവാൻ ശ്രീലപ്രഭുപാദ് തന്നെയാണ്. ഒന്നും അറിയാതെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഒന്നും അറിയാതെ കണ്ട് ഹിന്ദുക്കളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും 90% ആൾക്കാർക്കും ഹിന്ദു എന്താണോ, ഹിന്ദുവിൻ്റെ സംസ്കാരം എന്താണോ ഇതൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം വന്നുകൊണ്ട് നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും നമുക്ക് ഹിന്ദുത്വം എന്താണെന്നും നമ്മൾ നമ്മളുടെ ബന്ധം എന്താണെന്നും നമ്മൾ എന്തിനു ജനിച്ചു എന്നും നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കണമെന്നും ചൈതന്യ മഹാപ്രഭു പറയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയണം. നമ്മുടെ ലക്ഷ്യം എന്താ? ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അത് മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു അത് എപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെയുള്ള അവസരം നമുക്ക് ഷെൽട്ടർ, എല്ലാ സ്ഥലത്തും നമുക്ക് ഷെൽട്ടർ തന്നു. ഭഗവത്ഗീതയും ഭാഗവതമൊന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു, കേട്ടിട്ടും അതിലുണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മളെ പഠിപ്പിച്ചു. എത്രയോ വർഷം അദ്ദേഹം കഷ്ടപ്പെട്ട് അതൊക്കെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ എന്നൊക്കെ വായിച്ച് തീർക്കാൻ നമുക്ക് തന്നെ ഒരു ജന്മം ഉണ്ടായാലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത്രയും കണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയിട്ട്. നമ്മളെപ്പോലുള്ള പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ഈ പാപികൾക്ക് വേണ്ടിയിട്ട്. എന്നെപ്പോലുള്ള പാപികൾ അത് വായിച്ച് മനസ്സിലാക്കി അല്പസ്വല്പമെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്തായിരിക്കുമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം എന്ന് ആലോചിച്ച് നോക്കും. ഒന്നും അറിയാതെ കണ്ട് കന്നുകാലികളെ പോലെ, അഴിച്ചിട്ട കാളയെ പോലെ ഇങ്ങനെ അങ്ങോട്ട് നടക്കുമായിരുന്നു നമ്മൾ. പക്ഷെ അതിനൊക്കെ ആ ഒരു കൺട്രോൾ നമുക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് പോകാനും നമ്മുടെ വഴി നമുക്ക് ചൂസ് ചെയ്യാനും ആ വഴി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അദ്ദേഹം വിചാരിച്ച പോലെ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വഴി ഏതാണ് നമ്മുടെ ശരിയായ വഴിയെന്ന് തിരഞ്ഞെടുക്കാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുമെന്ന് വേണം നമ്മൾ വിശ്വസിക്കാനായിട്ട്. അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടും പഠിച്ചതൊക്കെ നമ്മൾ പ്രാക്ടിക്കലാക്കാനും എല്ലാം തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ആ നിർദ്ദേശങ്ങളെല്ലാം ആക്ടിവിറ്റീസിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗപ്രദമാവുള്ളൂ. ഒരാൾ ചോദിക്കേണ്ടായിരുന്നു, ഞാൻ എല്ലാ തരത്തിലും 16 കൊണ്ട് നാമജപിക്കുന്നുണ്ട്, അമ്പലത്തിൽ വരുന്നുണ്ട്, സത്സംഗം കൂടുന്നുണ്ട്, എല്ലാം തന്നെ ചെയ്യുന്ന എല്ലാ തരത്തിലും വൈദിക വിധി പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ഭഗവാന്റെ സേവയിലേക്ക് വരാൻ താല്പര്യം കാണുന്നില്ല? സേവയിലേക്ക് എനിക്ക് പോകാൻ തോന്നുന്നില്ല?
കാരണം എന്താണ്, ഇതെല്ലാം പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. ഇതൊക്കെ പ്രാക്ടിക്കലാക്കണം. ഇതൊക്കെ പ്രാക്ടിക്കലാക്കിയാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഭക്തിയുത സേവനം ചെയ്യണം. എനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വിജ്ഞാനം. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ് നേടാം, തിയറിറ്റിക്കലായുള്ളൂ. അത് പ്രാക്ടിക്കലാക്കിയാൽ മാത്രമേ അത് നമുക്ക് ഉപകാരപ്പെടുന്നു. ഇതൊക്കെ ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു. നമ്മൾ ഹിന്ദുക്കളാന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോകാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, തൊഴാറുണ്ട്, വഴിപാട് കഴിക്കാറുണ്ട്, ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഉദ്ദേശം നമുക്ക് അറിയില്ലായിരുന്നു. പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന എന്താണെന്നും അത് വേണ്ട രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. വലിയ വലിയ എന്തായാലും പറയുക, അതിന് നന്ദി. നമുക്ക് ജന്മാന്തരങ്ങളായിട്ട് എത്ര ജന്മം ഉണ്ടായെങ്കിലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഭാഗവാക്കാക്കണം, എല്ലാവരും സംസാരിക്കണം. അതിന് ഉള്ള ചാൻസ് നമുക്കുണ്ട്. അപ്പം ഞാൻ ശ്രീല പ്രഭുപാദിനെ ഒന്നും കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമസ്കാരം. ഹരിപ്രഭു.